ചുറ്റുമുള്ളവരിലേക്ക് മൊത്തം ഞാനിങ്ങനെ നോക്കി. എല്ലാവർക്കും പരസ്പരം ദേഷ്യം, വെറുപ്പ്. ഇന്നലെ എന്നെ കളിയാക്കിയ ഒരാളെ കണ്ടപ്പോൾ എനിക്കിന്ന് അവന് മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വഴിയിൽ വെച്ച് എന്നോടൊന്ന് അപമര്യാദയായി പെരുമാറിയവനോട് ഇന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാണ്. മനസ്സിന്ന് ആ വെറുപ്പ് ഇങ്ങോട്ട് പോകണില്ല. അത്രത്തോളം വെറുപ്പ്. ആ വെറുപ്പ് മനസ്സിൽ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ സങ്കടമായി മാറുന്നു. എന്തിനങ്ങനെ വെറുപ്പ് വെക്കുന്നത്? സങ്കടം പിന്നീട് ഇവിടെ ജീവിക്കണ്ടെന്ന് തന്നെ തോന്നിപ്പോയി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയത്, അന്ന് ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാ. അദ്ദേഹം ആ നാട്ടിലെ ഖുറൈശി കുലം എന്ന ഒരു ഉന്നത കുലത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ എന്നും ഒരു സ്ത്രീ ഇങ്ങനെ കുറച്ച് ചപ്പു ചവറുകളും മുള്ളും മറ്റ് വസ്തുക്കളൊക്കെ ഇട്ട് അദ്ദേഹത്തിന് നിരന്തരം ഇങ്ങനെ ദ്രോഹിക്കുമായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിയിൽ തുപ്പുവക വരെ ചെയ്ത് അപമാനത്തിന്റെ അങ്ങേ തലം വരെ എത്തിച്ചു. പക്ഷെ അദ്ദേഹം തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. എന്നും തന്നെ വെറുത്ത, എന്നും തന്നെ അപമാനിച്ചു വിട്ടൊരു സ്ത്രീയെ ഒരിക്കല് ആ സ്ത്രീ രോഗിയായി കിടക്കുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ തടവലുമായിട്ട് ഒരു കാരുണ്യത്തിന്റെ ഒരു സ്പർശമായിട്ട് ആ മനുഷ്യൻ കടന്നു വരികയാണ്. ഒരിക്കലും ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന പ്രവാചകന്റെ കഴുത്തിൽ ഒരാളൊരു വാള് വെച്ച് നീട്ടുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന പ്രവാചകൻ ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോൾ കഴുത്തില് വാളിങ്ങനെ കൊല്ലാൻ വേണ്ടി അമർത്തി വെച്ച് നിൽക്കുകയാണ്. എന്നെ നിന്നിൽ നിന്നിപ്പോ ആരാണ് രക്ഷിക്കുക എന്ന് ഉറക്കനെ ചോദിക്കുമ്പോഴും വളരെ ബേജാറില്ലാതെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹ് രക്ഷിക്കും. ഉടനെ അയാളെ തിരിച്ച് പിടിച്ചു മറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആ വാള് വെക്കാൻ കഴിഞ്ഞപ്പോ എന്നെ നിന്നിൽ നിന്ന് ആരെ രക്ഷിക്കുമെന്ന് ചോദിച്ച് നിസ്സഹായനായി നിൽക്കണ ആ മനുഷ്യന്റെ മുന്നിൽ, നീ പൊയ്ക്കോ, എനിക്ക് നിന്നോട് ഒരു വെറുപ്പില്ല, എനിക്ക് വിദ്വേഷമില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ട ആ ഒരു പ്രവാചകനെ ഞാൻ നോക്കി. ഇപ്പോഴുള്ള നമ്മുടെ എല്ലാ മനസ്സിലെ വ്യഥകൾക്കും എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം അത് പ്രവാചകൻ കണ്ടുപിടിച്ച ഒരു കൺക്ലൂഷൻ ആയിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും വെറുപ്പ് വെക്കേണ്ട ആവശ്യമില്ല. വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ആ ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തിയത്. എന്തിനെ നമ്മൾ വെറുപ്പ് വെച്ചിട്ട് എന്ത് കാര്യം? നാളെ ഇയാൾ ഒരു പക്ഷേ മാറിയേക്കാം. അതാണ് ത്വായിഫിൽ വെച്ചിട്ട് തൻ്റെ ചുണ്ടിന് കല്ലെറിഞ്ഞ് ചുണ്ടിൽ നിന്ന് ചോര ഒലിച്ച് ഭ്രാന്തം പിള്ളേരെ പിറകിലേക്ക് ഓടിവിട്ട് ഭ്രാന്ത എന്ന് വിളിപ്പിച്ചിട്ട് പോലും അവരെ രണ്ട് മലക്കിടയിൽ വെച്ചിട്ട് അവരൊന്ന് കൊന്നു കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, വേണ്ട, നാളെ അവരിൽ നിന്ന് നല്ല കുറച്ച് ആളുകൾ ഉണ്ടായി വന്നേക്കാം. വേണ്ട, ആരെയും വെറുക്കണ്ട, ഒരുപക്ഷെ നാളെ അവരിൽ നല്ലവരുണ്ടാകാം. ആ ഒരു കൺക്ലൂഷനാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷൻ. എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും വെറുക്കേണ്ട ആവശ്യമില്ല. ഹിറ്റ്ലറിന്റെ അമ്മായി ഒരു ജൂതയായിരുന്നു. ആ ജൂതയോടുള്ള വെറുപ്പ് കൊണ്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെ ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇട്ട് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്നു. പക്ഷെ നമുക്കറിയാം, തൻ്റെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ട്, സർവരാലും അപമാനിച്ചു വിട്ട് ഷെയ്ബ് അബി താലിബിൽ 2.5-3 വർഷത്തോളം കൊടിയ പീഡനം സഹിച്ച്, എത്രത്തോളം വെച്ചാൽ ഹദീസിലൊക്കെ കാണാം, ആ ഒരു ചെരുപ്പിന്റെ തോൽ വേവിച്ചുകൊണ്ട് ആ വെള്ളം വരെ കുടിച്ച് സഹധർമ്മിണിയെയും സ്വന്തം തന്നോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ സഹധർമ്മിണിയെയും പിതൃവ്യൻ അബൂ താലിബിനെ സർവരും മരിക്കാനിടയായി. അത്രത്തോളം തന്നെ പീഡിപ്പിച്ച ഒരു ജനതയെ ഒരു നാൾ സർവ അധികാരവും കിട്ടുകയാണ്. ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? പ്രവാചകൻ ചോദിച്ചു. എല്ലാവരും നിശബ്ദതയിലാണ്. ഇന്ന് നിങ്ങളെ മേലില്ല, ആരുടെ മേലും യാതൊരു പ്രതികാര നടപടിയില്ല. പൊക്കോളൂ, എനിക്ക് നിങ്ങളോട് യാതൊന്നുമില്ല. സ്നേഹം മാത്രം. നിങ്ങളോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല. ജീവിച്ചോളൂ. അതുമാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അന്തിമ പരിഹാരം. എല്ലാ ദാർശനിക ചിന്തകന്മാരും അവരുടെ വ്യഥകൾക്കൊക്കെ പരിഹാരമായി അവസാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാരം എന്നുള്ളത് സ്നേഹം മാത്രമാണ്. എല്ലാവരെയും സ്നേഹിക്കുക,
എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ കെട്ടിപ്പിടിച്ച ആ പ്രവാചകന്റെ സ്നേഹം, വെറുപ്പ് വെച്ചവനോട് സ്നേഹം കാണിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ സ്നേഹമാണ് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.